BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് KSRTCയിൽ യാത്ര സൗജന്യമാക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ. സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. KSRTCക്ക് സർക്കാർ അധിക സഹായം നൽകുമെന്നും KSRTCയെ നഷ്ടമില്ലാത്ത സ്ഥിതിയിൽ എത്തിക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. സമ്പത്തുണ്ട്, അതിനെ ഉപയോഗപ്പെടുത്തും. ഏതൊക്കെ സർവീസുകളിൽ സൗജന്യം എന്നതിൽ ചർച്ച തുടരുകയാണ്. തൊഴിൽ ഇടത്തേക്ക് പോകുന്ന സ്ത്രീകൾക്ക് കൈത്താങ്ങാകും. സൗജന്യ യാത്ര വോട്ട് കിട്ടാൻ വേണ്ടി പറഞ്ഞതല്ല എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വാഹന മോഡിഫിക്കേഷനിൽ യോഗം ചേർന്നിട്ടില്ല എന്നും മന്ത്രി CP ജോൺ വ്യക്തമാക്കി. സ്ത്രീകൾക്ക് KSRTCയിൽ ഏർപ്പെടുത്തുന്ന സൗജന്യ യാത്രാ പദ്ധതി തൊഴിൽ മേഖലയിലും സാമൂഹിക തലത്തിലും വലിയ മാറ്റങ്ങൾക്ക് വഴി തുറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് നിത്യേന ജോലിക്കായി ദൂരയാത്ര ചെയ്യുന്ന സാധാരണക്കാരായ സ്ത്രീകൾക്കും വിദ്യാർത്ഥിനികൾക്കും ഈ ഒരു തീരുമാനം വലിയൊരു സാമ്പത്തിക ആശ്വാസമാകും. സ്ത്രീകളുടെ പങ്കാളിത്തം തൊഴിൽ രംഗത്ത് വർദ്ധിപ്പിക്കാനും അവരുടെ സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാനും ഈ പദ്ധതിക്ക് സാധിക്കും. വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള പ്രഖ്യാപനമല്ല ഇതെന്നും കോർപ്പറേഷന്റെ സാമ്പത്തിക പ്രതിസന്ധികൾ പൂർണ്ണമായി പരിഹരിച്ചുകൊണ്ട് സർക്കാരിന്റെ പ്രത്യേക അധിക സഹായത്തോടെ ആയിരിക്കും പദ്ധതി നടപ്പിലാക്കുകയെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതൊക്കെ സർവീസുകളിലാണ് ഓർഡിനറി, ഫാസ്റ്റ് പാസഞ്ചർ ഇവയിൽ ഏതിലാണ് ഈ ആനുകൂല്യം നൽകേണ്ടതെന്നുള്ള കാര്യത്തിൽ നിലവിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്നത് സാമൂഹികമായി മികച്ചൊരു ചുവടുവയ്പ്പാണെങ്കിലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന KSRTCയിൽ ഇത് എത്രത്തോളം പ്രായോഗികമാണെന്ന് വലിയൊരു ചോദ്യചിഹ്നമാണ്. ഡീസൽ ചെലവ്, ജീവനക്കാരുടെ ശമ്പളം, പെൻഷൻ എന്നിവ കൃത്യമായി നൽകാൻ പോലും നിലവിൽ കഷ്ടപ്പെടുന്ന KSRTCക്ക് ഈ പദ്ധതിയിലൂടെ ഉണ്ടാകുന്ന വരുമാന നഷ്ടം താങ്ങാൻ കഴിയുമോ എന്നുള്ള ആശങ്ക ശക്തമാണ്. അയൽ സംസ്ഥാനങ്ങളായ കർണാടകത്തിലും തമിഴ്നാട്ടിലും സമാനമായ പദ്ധതികൾ വിജയകരമായി നടപ്പിലാക്കുന്നുണ്ടെങ്കിലും അവിടെയെല്ലാം സർക്കാർ കോർപ്പറേഷനുകൾക്ക് വലിയ തോതിൽ സബ്സിഡി തുക കൃത്യസമയത്ത് അനുവദിക്കുന്നുണ്ട്. കേരളത്തിലും സർക്കാർ പറയുന്നത് പോലെ അധിക സാമ്പത്തിക സഹായം കൃത്യമായി KSRTCക്ക് കൈമാറിയാൽ മാത്രമേ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. അല്ലാത്ത പക്ഷം സാധാരണ യാത്രക്കാരിൽ നിന്നുള്ള വരുമാനം കൂടി കുറയുന്നത് കോർപ്പറേഷനെ കൂടുതൽ കടക്കണിയിലേക്ക് തള്ളിവിട്ടേക്കാം. കൂടാതെ സൗജന്യ യാത്ര പ്രഖ്യാപിക്കുമ്പോൾ ബസ്സുകളിൽ സ്ത്രീ യാത്രക്കാരുടെ തിരക്ക് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. നിലവിൽ തന്നെ ബസ്സുകളുടെയും സർവീസുകളുടെയും കുറവ് നേരിടുന്ന KSRTCക്ക് ഈ അധിക തിരക്ക് കൈകാര്യം ചെയ്യാൻ ആവശ്യത്തിന് ബസ്സുകൾ ഉണ്ടോ എന്നതും പരിശോധിക്കേണ്ടതുണ്ട്. ബസ്സുകളുടെ ക്ഷാമവും കൃത്യസമയത്ത് സർവീസുകൾ നടത്താൻ കഴിയാത്തതും ഇപ്പോൾ തന്നെ യാത്രാക്ലേശം രൂക്ഷമാക്കുന്നുണ്ട്. സൗജന്യ യാത്ര പ്രാബല്യത്തിൽ വരുന്നതോടെ ബസ്സുകളിൽ യാത്രക്കാരുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കും. ഈ അധിക തിരക്ക് നിയന്ത്രിക്കാൻ കൂടുതൽ ബസ്സുകൾ നിരത്തിലിറക്കേണ്ടി വരും. എന്നാൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കോർപ്പറേഷന് പുതിയ ബസ്സുകൾ വാങ്ങാനോ കട്ടുപുറത്തിരിക്കുന്ന പഴയ ബസ്സുകൾ അറ്റകുറ്റപ്പണി നടത്തി നിരത്തിലിറക്കാനോ ഉള്ള ഭീമമായ തുക എവിടെ നിന്ന് കണ്ടെത്തുമെന്നത് വലിയൊരു ചോദ്യമാണ്. സർക്കാരിന്റെ പ്രത്യേക പാക്കേജുകൾ വഴി മാത്രമേ ഈ അടിസ്ഥാന സൗകര്യ വികസനം സാധ്യമാകൂ. സാമൂഹ്യ തലത്തിൽ ഈ ഒരു തീരുമാനം വലിയ കയ്യടി നേടുമ്പോഴും സ്വകാര്യ ബസ് മേഖലയെ ഇത് എങ്ങനെ ബാധിക്കുമെന്നുള്ള ആശങ്കയും ശക്തമാണ്. കേരളത്തിലെ പൊതുഗതാഗത സംവിധാനത്തിൽ വലിയൊരു പങ്ക് വഹിക്കുന്നത് സ്വകാര്യ ബസ്സുകളാണ്. KSRTCയിൽ സ്ത്രീകൾക്ക് പൂർണ്ണമായും സൗജന്യ യാത്ര അനുവദിക്കുമ്പോൾ സ്വകാര്യ ബസ്സുകളിലെ സ്ഥിരം യാത്രക്കാരായ സ്ത്രീകളും KSRTCയിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. ഇത് സ്വകാര്യ ബസ് വ്യവസായത്തെ തകർച്ചയിലേക്ക് നയിക്കുമെന്നും അതിനാൽ തങ്ങൾക്കും സമാനമായ സബ്സിഡിയോ ആനുകൂല്യങ്ങളോ സർക്കാർ അനുവദിക്കണമെന്നുമുള്ള ആവശ്യം സ്വകാര്യ ബസ് ഉടമകളുടെ ഭാഗത്തു നിന്ന് ഉയരാൻ സാധ്യതയേറെയാണ്. ഇത് സർക്കാരിന് മേൽ കൂടുതൽ സാമ്പത്തിക സമ്മർദ്ദമുണ്ടാക്കും. ഒപ്പം മറ്റൊരു കാര്യം, ഈ പദ്ധതി ദീർഘകാലാടിസ്ഥാനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിലവിലുള്ള പുരുഷ യാത്രക്കാരുടെയും പിന്തുണ ആവശ്യമാണ്. തിരക്ക് വർദ്ധിക്കുന്നത് മൂലം പുരുഷന്മാർ KSRTC സർവീസുകളെ ഉപേക്ഷിച്ച് മറ്റ് യാത്രാ മാർഗങ്ങൾ തിരഞ്ഞെടുത്താൽ അത് കോർപ്പറേഷന്റെ ടിക്കറ്റ് വരുമാനത്തെ വീണ്ടും പ്രതികൂലമായി ബാധിക്കും. ചുരുക്കത്തിൽ സ്ത്രീ ശാക്തീകരണത്തിനും അവരുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനും ഈ പദ്ധതി ഒരു വലിയ നാഴികക്കല്ലാകുമെന്നതിൽ സംശയമില്ല എങ്കിലും കൃത്യമായ ആസൂത്രണവും സമയബന്ധിതമായ സർക്കാർ ധനസഹായവും ബസ്സുകളുടെ എണ്ണത്തിലുള്ള വർധനവും ഉറപ്പാക്കേണ്ടതുണ്ട്. ഓർഡിനറി സർവീസുകളിൽ മാത്രം സൗജന്യം പരിമിതപ്പെടുത്തുകയും ആ നഷ്ടം സർക്കാർ ഖജനാവിൽ നിന്ന് കൃത്യമായി നികത്തുകയും ചെയ്താൽ മാത്രമേ ഈ പദ്ധതി പ്രായോഗിക തലത്തിൽ വിജയമാകൂ എന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.